കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ കറുത്ത ബാനർ കെട്ടിയത് പോലീസാണെന്നും അതിന് സംസ്ഥാന മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നുമാണ് ആ ബഗിഡം പറയുന്നത്. If not now, 3-4 months you will have to reply. If not now, this chief minister is not going to remain forever. How come this is here? I am asking you, if chief minister is staying here, you will allow this? No, you are saying that you have asked the vice chancellor. Yes, Mr. Chancellor, this is bloody Kerala model. നമസ്കാരം. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ഗംഭീര ചർച്ച പൊടിപിടിച്ചു. ന്യൂസ് അവറിൽ SFIയുടെ വെല്ലുവിളി പാഴാകുമ്പോൾ എന്നുള്ളതായിരുന്നു ചർച്ചയുടെ ടൈറ്റിൽ തന്നെ. SFIയുടെ വെല്ലുവിളി പാഴാവുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെ, സമ്മതിച്ചു. നാട്ടിൽ നിന്നുള്ള ഇപ്പോൾ കോൺഗ്രസ്സുകാരുൾപ്പെടെ KSUക്കാരുൾപ്പെടെ SFIക്കാരെ നിരന്തരം പരിഹസിക്കുകയും അവരുടെ സമരം എന്തോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ട്രൗസർ അഴിഞ്ഞു വീണു, പാൻറ് അഴിഞ്ഞു വീണു, ജെട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സമരങ്ങളിൽ ഉള്ള പരിപാടികളെക്കുറിച്ചുള്ള പരിഹാസങ്ങളാണ്. എന്നാൽ എന്തിനാണ് സമരം? കേരളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയെ മുഴുവൻ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ യൂണിവേഴ്സിറ്റികൾ കടന്നു കയറുകയാണ്. യൂണിവേഴ്സിറ്റിയിൽ സിൻഡിക്കേറ്റിലേക്ക് ആളെ നിയമിക്കുന്നു. ഈ ചാൻസലർ എന്നുള്ള സാധ്യത ഉപയോഗിച്ചുകൊണ്ടാണ് കേട്ടോ. ഇന്ത്യയിൽ ഒരിടത്തും ഇല്ലാത്ത വിധത്തിലാണ്. ഇന്ത്യയിലിപ്പം മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അവർ നിയമിക്കുന്ന അവരുടെ സംസ്ഥാന സർക്കാരിൻ്റെ അനുകൂലമായ നിലപാടോടുകൂടി ചെയ്യുന്ന പരിപാടികളാണ്. BJP സർക്കാരാണെങ്കിൽ BJP സർക്കാർ അവരുടെ ചാൻസലർ. എന്നാൽ ഇവിടെ മറ്റൊരു ജനാധിപത്യ സർക്കാർ ഇവിടെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. വേറൊരു തരത്തിലും കടന്നു കയറാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കടന്നുകയറ്റമാണ് ഉദ്ദേശിക്കുന്നത്. VD സതീശനൊക്കെ ഇപ്പോൾ ആർഷോ കളിയാക്കിക്കൊണ്ട് നടക്കുകയാണ്. മുഖ്യമന്ത്രി രാജിവെപ്പിക്കാൻ പോയ VD സതീശൻ ഗവൺമെൻറ് വീട്ടിലേക്ക് സമരം ചെയ്യുന്ന, ഗവൺമെൻറ് രാജിവെപ്പിക്കാൻ പോകുന്ന ഒരു പണി കൂടി സൈഡിൽ നടത്തുന്നുണ്ട്. സ്വന്തം രാഷ്ട്രീയം മറന്നു പോകുന്നതിൻ്റെ ഗുരുതരമായ പ്രത്യാഘാതമാണ് UDFും കോൺഗ്രസും ഒക്കെ അനുഭവിക്കുന്നത്. അവരുടെ ലക്ഷ്യബോധം താളം തെറ്റിപ്പോയി. എന്താണ് ലക്ഷ്യമെന്ന് പോലും പറയാതെ വെറുതെ ഒരു കരിങ്കൊടി കാണിക്കുമ്പോഴെങ്കിലും ഒരു ലക്ഷ്യം വേണ്ടേ? ആ ലക്ഷ്യത്തിനപ്പുറത്തേക്ക് ഗവൺമെൻറ് വീട്ടിലേക്ക് സമരം ചെയ്യുന്ന തരത്തിലേക്ക് അധപ്പതിച്ചു പോയി കഴിഞ്ഞിരിക്കുന്നു അവരുടെ രാഷ്ട്രീയ ബോധ്യം, രാഷ്ട്രീയ ലക്ഷ്യം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അനന്തരഫലം. ഇത്തരത്തിൽ രാഷ്ട്രീയമായി നിലപാടെടുക്കേണ്ട കാര്യത്തിൽ അങ്ങ് സഹായിച്ചു പോവുകയും ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന് സിദ്ദിഖിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്നലെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അദ്ദേഹം ഷോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സിദ്ദിഖിനെ പോലെ രാഷ്ട്രീയമായി പ്രബുദ്ധനായ ഒരു നേതാവാണ് സിദ്ദിഖ്. സിദ്ദിഖിനെ പോലെ ഒരാൾ നിലവിലെ നേതൃത്വത്തിൻ്റെ പിന്നണിയിൽ അണിനിരുന്നുകൊണ്ട് ഇങ്ങനെ തന്നെ പ്രതികരിക്കുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും വിഷ്ണുനാഥിനെ പോലെയുള്ളൊരു മര്യാദയും മാന്യതയും കാണിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ സിദ്ദിഖിന് അങ്ങനെ പറ്റുന്നില്ല. സിദ്ദിഖിനെ പോലുള്ള എല്ലാ നേതാക്കളും ആത്മാർത്ഥത തെളിയിക്കാൻ വേണ്ടി SFIയെയും CPMനെയും പരിഹസിക്കുക എന്നുള്ള നിലയിലേക്ക് പോവുകയാണ്. അതേസമയം തങ്ങൾ മണ്ണിലേക്ക് ആഴ്ന്നാഴ്ന്നു പോകുന്ന വിധത്തിൽ രാഷ്ട്രീയമായി തങ്ങളുടെ നിലം അന്യമായി പോകുന്ന സാഹചര്യമുണ്ട്. ഷോ എന്നാണ് സിദ്ദിഖിൻ്റെ പോസ്റ്റ്. വെറുതെ ഷോ എന്ന് പറയുന്നത് ഷോയാണ്. SFIയുടെ നേതാവാണ്. അവരുടെ നേതൃത്വത്തിൽ SFI നടത്തിയ സമരം പരാജയപ്പെട്ടു, ഉയർത്തിയ ബാനർ അഴിപ്പിച്ചു ഗവർണർ. ഭയങ്കര സന്തോഷമാണ് എന്നുള്ളതാണ് പോസ്റ്റിൻ്റെ അർത്ഥം. ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ഭയങ്കര രസകരമാണ്. അദ്ദേഹത്തിനെതിരായി വന്ന കമൻറ്റുകൾ. ബഷീർ എഴുതുന്നു: സംഘികൾ പറഞ്ഞയച്ച വാലാട്ടിക്കെതിരെ ചങ്കൂറ്റത്തോടെ പൊരുതുന്ന കേരളത്തിലെ ഏക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളെ പരിഹസിക്കുന്നതിന് പകരം ആ പോരാട്ട വീര്യത്തിൻ്റെ ഒരംശമെങ്കിലും അണികളിലേക്ക് പകരാൻ ശ്രമിക്കൂ നേതാവേ. സെൽഫ് ഗോളടിച്ച് ഇങ്ങനെ സ്വയം പരിഹാസ്യനാകാതെ. ഇങ്ങനെ പലര് സംഘികൾക്കെതിരെ സമരം ചെയ്യുമ്പോൾ കോൺഗ്രസ്സിന് എന്തിനാണ് പൊള്ളുന്നത്? സംഘികൾക്കെതിരെ ഇടതുപക്ഷം പ്രതിഷേധം നടത്തിയാൽ സംരക്ഷിക്കാൻ സംഘികൾക്ക് മുമ്പേ കോൺഗ്രസ്സുകാർ ഓടിയെത്തും. അത് തെരുവിൽ ആയാലും സോഷ്യൽ മീഡിയയിൽ ആയാലും. അതാണ് സംഘികൾക്കുള്ള സമാധാനം എന്നാണ്. ഇങ്ങനെ വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തപ്പെട്ട ഒരു പോസ്റ്റാണ് സിദ്ദിഖിനെ ഇട്ടത്. അതൊന്നും തിരിച്ചറിയാതെ ഇപ്പോഴും കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. KJ ജേക്കബ് ഇതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. കുരുപൊട്ടി, വെള്ളാനയുടെ കുരുപൊട്ടി. VCനെ ചീത്ത വിളിക്കുന്നു, പോലീസിനോട് കയർക്കുന്നു. ഇനിയിപ്പോൾ ഗസ്റ്റ് ഹൗസിലെ കുക്കിനും കിട്ടിക്കാണും. അവർക്കൊക്കെ മാറി നിന്ന് ചിരിക്കാനൊരു കാരണമായി. അതുകൊണ്ട് അരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും മണ്ടി നടന്നു എന്ന് കുഞ്ചൻ നമ്പ്യാർ പാടിയതിൻ്റെ ലൈവ് ഡെമോ ഇന്ന് ഗസ്റ്റ് ഹൗസിൽ പോയാൽ കാണാം. ആരിഫ് മുഹമ്മദ് ഖാൻ്റെ പ്രകടനം അതാണ്. കാർ തടയുക, അതിന് കേടുവരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ
സീരിയസ് ആയ വിഷയങ്ങളാണ്, പദവി വലുതാണ്, കോടതികളും ഗൗരവമായി എടുക്കും. സമാധാനപരമായ പ്രതിഷേധം ജനാധിപത്യത്തിൻ്റെ ജീവവായുവാണ്. അതെങ്ങനെ വേണമെന്ന് പൗരന് തീരുമാനിക്കാം. പാൻ പരാഗ് ചവച്ചു തുപ്പി കേരളം വൃത്തികേടാക്കരുത് എന്നെഴുതി വെച്ചാൽ ഒരു പോലീസും കേസെടുക്കാൻ വരില്ല, ഒരു കോടതിയും അത് തടയില്ല. ആർട്ടിക്കിൾ 19 അവിടെ ഉള്ളിടത്തോളം കാലം ഒരു ക്രിമിനലിനെയും കേസിൽ കൊടുക്കാൻ പറ്റാതെ വെള്ളാനയ്ക്ക് BP കൂടിക്കോളും. അല്ലെങ്കിലും ടിക് 20 പ്രയോഗിക്കേണ്ടിടത്ത് പാറ്റൻ ടാങ്കിൻ്റെ ആവശ്യം എന്ത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അതാണ് ഡോണ്ട് സ്പിറ്റ് ഹാൻഡ്സ് ആൻഡ് പാൻ പരാഗ് ഹിയർ എന്നുള്ളതാണ് പോസ്റ്ററുകളിൽ ഒന്ന്. അത് റോട്ടിൽ തന്നെ വലുതായി SFI എഴുതി വെച്ചിട്ടുണ്ട്. മിസ്റ്റർ ചാൻസലർ ദിസ് ഈസ് കേരള എന്നുള്ളതായിരുന്നു മറ്റൊരു ബാനർ. ഇങ്ങനെ നിരവധി ബാനറുകൾ വലിയ അദ്ദേഹം കടന്നു പോകേണ്ട റോഡിലൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഷാഹിന KK കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആക്ട് സെക്ഷൻ 7 1 മുതൽ 10 വരെയുള്ള ക്ലോസുകൾ വീണ്ടും വായിച്ചു നോക്കി. ചാൻസലറുടെ അധികാരങ്ങൾ വിശദീകരിക്കുന്ന ഭാഗം ഇല്ല, കണ്ടില്ല. വീണ്ടും നോക്കി, കണ്ടില്ല. കല്യാണത്തിന് പോയിട്ട് യൂണിവേഴ്സിറ്റി ഗസ്റ്റ് ഹൗസിൽ വെച്ച് അവിടെ വന്ന് താമസിച്ച് അലമ്പുണ്ടാക്കാൻ ചാൻസലർക്ക് അധികാരം നൽകുന്ന ഒരു ക്ലോസും കണ്ടില്ല. ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് പുറത്തു നിന്നുള്ളവർ കടന്നു കയറിയാൽ പിള്ളേര് ചെറുക്കും, സ്വാഭാവികം. ഈ സേവ് യൂണിവേഴ്സിറ്റി ഫോറംകാരൊക്കെ എവിടെ പോയി? ഒരാളെയും കാണാനില്ലല്ലോ. SFIക്ക് അഭിവാദ്യങ്ങൾ എന്നുള്ളതാണ്. SFIയുടെ ഈ കാര്യത്തിൽ ഇടപെടലുകളെ വ്യാപകമായി പിന്തുണക്കുന്ന തരത്തിൽ പൊതു സമൂഹം മാറുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വിഷയത്തിൽ കാണുന്ന ഒരു കാര്യം. SFIയുടെ ബാനറിനെതിരെ ഗവർണർ മുന്നോട്ട് വെച്ച ചില വാദങ്ങളാണ്. ഗവർണറുടെ രാജ്ഭവനിൽ നിന്ന് SD പ്രിൻസ് പബ്ലിക് റിലേഷൻസ് ഓഫീസർ തന്നെ രാജ്ഭവന് വേണ്ടി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അത് മരണക്കോടിയാണ്. അതായത് ഇതിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളതാണ്. ഇത് കെട്ടിച്ചത് പിണറായി വിജയനാണ് എന്ന് പറഞ്ഞൊരു റിലീസ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇറക്കിയിരുന്നു. ഇതുവരെ നമ്മൾ കാണാത്ത കാഴ്ചകളാണല്ലോ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരീഷ് വാസുദേവൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് ഈ റിലീസ് പങ്കുവെച്ചുകൊണ്ട്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ കറുത്ത ബാനർ കെട്ടിയത് പോലീസാണെന്നും അതിന് സംസ്ഥാന മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്നുമാണ് ആ ബഗിഡൻ പറയുന്നത്. ഏത് ഏജൻസിയുടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബഗിഡൻ അങ്ങനെ പറയുന്നത് എന്നറിയില്ല. അങ്ങനെ വിശ്വസിക്കാനുള്ള ഊളത്തരം ഒരു ഗവർണർക്കാകാം, അത് അയാളുടെ അവകാശമാണ്. ഗവർണർ ബഗിഡനാകരുത് എന്ന് ഭരണഘടനയില്ല എന്നത് രാജ്യത്തിൻ്റെ ദുര്യോഗമാണ്. പക്ഷേ സർക്കാർ കടലാസിൽ ഇതൊക്കെ അച്ചടിച്ച് വിടണമെങ്കിൽ ആരിഫ് ജി അതിൻ്റെ തെളിവും വിവരാവകാശ പ്രകാരം പുറത്തുവിടണം. എന്നാൽ അതുവഴി സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനം തന്നെ തകർന്നു എന്നാണ് ഈ പാൻ മസാല പറയുന്നത്. ഇയാൾ ചവയ്ക്കുന്ന ആ സാധനം കിട്ടുമോ? അത് ചവച്ചാൽ ഇമ്മാതിരി ഭരണഘടനാ ബോധമൊക്കെ കൈവരുമോ? അതോ സ്വതവേ നാക്കിന് നിയന്ത്രണമില്ലാത്ത ഒരു ബഗിഡനെ ഗവർണറാക്കി അയച്ച് കുറച്ച് സംഘി എറാൻമൂളി മാധ്യമങ്ങളുടെ സഹായത്തോടെ കേരളത്തിലെ ഭരണ സംവിധാനം പൊളിക്കാമെന്ന് യൂണിയൻ സർക്കാർ വ്യാമോഹിക്കുന്നുണ്ടോ? കേരള രാജ്ഭവൻ്റെ മുദ്രയുള്ള പേപ്പറിൽ ഇമ്മാതിരി ഊളത്തരം എഴുതിവിടുന്ന ആ ബഗിഡൻ്റെ വില മാത്രമല്ലല്ലോ പോകുന്നത്. വില കുറഞ്ഞ ഒരുത്തനെ ഇങ്ങനെ കയറൂരി വിടുന്ന നിയന്ത്രിക്കാത്ത ഡൽഹിയിലെ മൂത്ത സംഖ്യയുടെ കൂടി നിലവാരമല്ലേ പോകുന്നത്. ലേശം കൂടി നിലവാരമുള്ള ഒരുത്തനുമില്ലേ ഇവരുടെ കയ്യിൽ കേരളത്തിനെതിരെ ഇറക്കാൻ? മോശം. ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് ഒരു ഗവർണർ ഇറക്കുമോ? മുഖ്യമന്ത്രി പോലീസിനെ കൊണ്ട് ഇത് കെട്ടിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പ്രസ്താവന പോലും VD സതീശൻ പോലും ഇങ്ങനെയൊന്നും പറയില്ല, അത്ര തരംതാണ നിലയിൽ പറയില്ല. അതാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സുധീർ അന്നി എഴുതുന്നു, മിസ്റ്റർ ചാൻസലർ ദിസ് ഈസ് കേരള എന്ന പോസ്റ്റർ പങ്കുവെച്ചുകൊണ്ട് കേരളത്തെ കേരളമല്ലാതാക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരു പണ്ടാരത്തിന് ഇതൊന്നും മനസ്സിലാവില്ല. അയാളെ ഏൽപ്പിച്ച പണി അയാൾ ചെയ്തുകൊണ്ടിരിക്കും. സമയം കഴിയാറായി, എന്നിട്ടും ഏറ്റെടുത്ത ജോലിയിൽ വലുതായൊന്നും നടന്നില്ല എന്ന കുറ്റബോധമുണ്ട്. ഗവർണറുടെ കാലാവധി 1 കൊല്ലം കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് ഇത് നിലനിർത്താനുള്ള പെടാപ്പാടാണെന്നാണ്, അതുകൊണ്ടാണ് സമയം കഴിയാറായി എന്ന് പറയുന്നത് സുധീർ. ഏറ്റെടുത്ത ജോലിയിൽ വലുതായൊന്നും നടന്നില്ല എന്ന കുറ്റബോധമുണ്ട്. അതിനാൽ അവശേഷിച്ച ദിവസങ്ങളിൽ എന്തും ചെയ്തെന്നിരിക്കും. കരുതലോടെ ഏറ്റുമുട്ടണം. അയാൾ വെറും നിഴലാണ്, മുകളിലുള്ളവർ ഒരുക്കാനിടയുള്ള കിണിയിൽ അകപ്പെടാതെ നോക്കണം എന്നാണ് സുധീർ എന്നി പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് കേരളം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ ആ വിഷയങ്ങളുമായി എങ്ങനെ സംവദിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മാധ്യമങ്ങൾ ഒന്നാകെ ആ വിഷയത്തിൻ്റെ അടിസ്ഥാന കാര്യത്തിലേക്ക് പോകാതെ താൽക്കാലികമായി എന്തെങ്കിലും SFIയെ കളിയാക്കാനോ സർക്കാരിനെ പരിഹസിച്ച് വിമർശിച്ച് മുന്നോട്ട് പോകാനോ ശ്രമിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരുമല്ല, ചില മാധ്യമങ്ങൾ, മിക്കവാറും മേൽക്കൈയുള്ള മാധ്യമങ്ങൾ അങ്ങനെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ നിലപാടുകൾ വിമർശിക്കേണ്ടതുണ്ട്, അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉയർത്തി കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെ നിലപാടുകളാണ് നമ്മളെ സംശയത്തിൻ്റെ നിഴലിൽ എത്തിക്കുക. അതേസമയം ആ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രത്യേകിച്ച് ആരിഫ് മുഹമ്മദ് ഖാൻ കാണിച്ചു കൂട്ടുന്ന ഈ പരിപാടികൾക്ക് ഒക്കെ പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം
അതേസമയം ആ വിഷയത്തിൻ്റെ അടിസ്ഥാന കാര്യം ഉയർത്തിക്കൊണ്ടുവരുന്ന ആളുകൾക്കെതിരെ പരിഹസിക്കാനും അവരെ വിമർശിക്കാനും അവർക്കെതിരായി വെറുപ്പിൻ്റെ തലത്തിലുള്ള പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകാനും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും വലിയ കൂട്ടമുണ്ട്. നിങ്ങൾ അവർക്കൊപ്പമാണെങ്കിൽ നിങ്ങൾക്ക് വലിയ പിന്തുണ കിട്ടും എന്നുള്ള സാഹചര്യമുണ്ട്. മാധ്യമപ്രവർത്തകരിൽ തന്നെ ഡോക്ടർ അരുൺ കുമാർ ഈ വിഷയത്തിൽ നിരന്തരം ഇടപെട്ട് അതിൻ്റെ നൈതികമായ കാര്യങ്ങൾക്കപ്പുറത്ത് നീതിയുടെ പക്ഷത്ത് നിന്ന് സംസാരിക്കുക എന്നുള്ളതിനപ്പുറത്ത് നിയമപരമായ സാങ്കേതിക പ്രശ്നവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ഇവിടെ ശ്രദ്ധേയമാണ്. കാലിക്കറ്റ് സർവകലാശാല നിയമം 1975 വകുപ്പ് 7 ഉപവകുപ്പ് 3 പ്രകാരം ഈ നിയമത്തിൻ്റെയോ ചട്ടത്തിൻ്റെയോ വിരുദ്ധമായ ഒരു നടപടിയെ റദ്ദാക്കാനുള്ള അധികാരം ചാൻസലറായ ഗവർണർക്കുണ്ട്. എന്നാൽ ഉപവകുപ്പ് 1 മുതൽ 10 വരെയുള്ള ഒന്നിലും ബാനറും പോസ്റ്ററും അഴിപ്പിക്കാനടക്കമുള്ള ഒരു ഉത്തരവും ചാൻസലർക്ക് ആരോടും നൽകാനാകില്ല. ഗവർണർ എന്ന നിലയ്ക്ക് ആണെങ്കിൽ ആർട്ടിക്കിൾ 163 പ്രകാരം മന്ത്രിസഭയുടെ ഉപദേശമില്ലാതെ ഒരടി പോലും മുന്നോട്ട് നീങ്ങാനാകില്ല. പിന്നെ ആകെ കഴിയുക സർവകലാശാല ചെലവിൽ കല്യാണത്തിന് കൂടി വെറ്റിലയും പാക്കും കൂട്ടി മുറുക്കി അക്കാദമിക പരിസരം മലിനമാക്കാതെ ആ വിദ്യാർത്ഥികളെ ഒന്ന് നേരിൽ കണ്ട് ഭാരതീയ ക്രാന്തി ദളിൽ നിന്ന് കോൺഗ്രസ് വഴി BSPയിലൂടെ BJPയിലെത്തി തദ്വാര ഗവർണർ പദവിയിലെത്തിയ നേരമ്പോക്ക് പറഞ്ഞിരിക്കാം. ഇത് മാത്രമാണ് യെസ് മിസ്റ്റർ ചാൻസലർ ദിസ് ഈസ് ബ്ലഡി കേരള മോഡൽ എന്നാണ് അരുൺകുമാറിൻ്റെ ഫേസ്ബുക്കിലൂടെയുള്ള നിലപാട്. അദ്ദേഹം ചാനലിലും നിരന്തരം തനിക്ക് കഴിയുന്നതുപോലെ ഈ കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെ കണ്ടാൽ തുപ്പണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമുക്ക് കാണാം, അത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നമുക്ക് കാണാം. എന്തായാലും ഈ ഒരു പ്രത്യേക സാഹചര്യം കേരളം എങ്ങനെയാണ് അതുവഴി കടന്നു പോവുക എന്നുള്ളത് ആകാംക്ഷയും ആശങ്കയും നമുക്കുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേന്ദ്ര സർക്കാർ സാമ്പത്തിക നിയന്ത്രണത്തിലൂടെ ഉണ്ടാക്കിയ പ്രതിസന്ധി ഒരു ഭാഗത്ത്, ആരിഫ് മുഹമ്മദ് ഖാൻ വഴിയുള്ള ഒരു പ്രതിസന്ധി മറ്റൊരു ഭാഗത്ത്, ഇതിനിടയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത്. ആ കേരളത്തെ നയിക്കുന്നത് നിലവിൽ LDF സർക്കാരാണ്. ഏത് സർക്കാരായാലും ഇത്തരത്തിലുള്ള നമുക്ക് ശീലമില്ലാത്ത ഭരണഘടനയ്ക്ക് ഉപരിയായ തലത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് കേരളത്തിലിരിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണ്. ആ രീതിയിൽ നമുക്ക് മാധ്യമങ്ങൾ, ആദ്യം നമ്മൾ പരാമർശിച്ച ഏഷ്യാനെറ്റ് ന്യൂസിലെ ചർച്ച മുതൽ അരുൺകുമാറിൻ്റെ പ്രതികരണം വരെ KK ഷാഹിനെയും ഹരീഷ് വാസുദേവനും മാധ്യമപ്രവർത്തകർ തന്നെയാണ് കൂടുതലും ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.